ഹലോ ഓൾ, വെൽക്കം ടു ഇംഗ്ലീഷ് കിഡ്സ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസസ് പഠിച്ചാലോ. അവൾ വന്നു. അവൾ എന്നിങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? ഷീ. അവനാണെങ്കിൽ ഹീ ആവും അല്ലേ? അപ്പോൾ അവൾ വന്നു എന്നെങ്ങനെ നമ്മൾ പറയും? ഷീ വന്നു എന്ന് പറയുമ്പോൾ വരിക എന്നുള്ളത് കം, വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അത് കഴിഞ്ഞു അല്ലേ? അപ്പോൾ കം എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ഷീ came. ഇനി ഇത് വെച്ചിട്ട് തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 3 സെന്റൻസും കൂടി നമുക്ക് നോക്കാം. അവൾ ഇന്നലെ വന്നു എന്നെങ്ങനെ നമ്മൾ പറയും? അവൾ ഷീ വന്നു ഇന്നലെ യെസ്റ്റർഡേ. ഓക്കെ. അവൾ വൈകി വന്നു, അതെങ്ങനെ നമ്മൾ പറയും? അവൾ ഷീ വന്നു came, വൈകി late, she came late. അപ്പോ അവൾ വന്നു she came, അവൾ ഇന്നലെ വന്നു she came yesterday, അവൾ വൈകി വന്നു she came late. ഇനി അവൾ വിദേശത്ത് നിന്ന് വന്നു, ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് വന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രം യൂസ് ചെയ്യണം കേട്ടോ. അത് ഓർത്തു വെക്കാനായിട്ട് നിങ്ങൾ ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ ടു ആൻഡ് ഫ്രം വെക്കില്ലേ, അത് ആലോചിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ അവൾ വിദേശത്ത് നിന്ന് വന്നു ഷീ വന്നു came, നിന്ന് ഫ്രം, എവിടെ നിന്ന്? വിദേശത്ത് നിന്ന്. വിദേശത്തിന്റെ ഇംഗ്ലീഷ് എന്താ? അബ്രോഡ്. അപ്പോ ഷീ came from abroad. ബസ്സിൽ വന്നു. അവൾ എങ്ങനെയാ വന്നത്? അവള് ബസ്സിലാണ് വന്നത്. അപ്പൊ നമ്മൾ അതിന്റെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അവൾ ഷീ വന്നു came. ബൈ എന്നും കൂടി നമുക്കിവിടെ യൂസ് ചെയ്യണം കേട്ടോ. ഷീ came by bus. ഇനി അവൾ ഓട്ടോക്കായിരുന്നു വന്നേ എന്ന് വിചാരിക്കുക, അപ്പൊ എങ്ങനെ നമ്മൾ പറയും? ഷീ came by ഓട്ടോ. ഇനി ട്രെയിനായിരുന്നെങ്കിലോ? ഷീ came by train. ഓക്കെ. അവൾ ഒറ്റയ്ക്ക്, അവൾ ഒറ്റയ്ക്ക് വന്നു. ഇതെങ്ങനെ നമ്മൾ പറയാ? അവൾ ഷീ വന്നു came, എങ്ങനെ? ഒറ്റയ്ക്ക് എന്നെങ്ങനെ പറയാ? alone. She came alone. അപ്പോ ആ ഒരു സെന്റൻസ് എളുപ്പമായിട്ട് നമുക്ക് കിട്ടിയില്ലേ? അവൾ ഒറ്റയ്ക്ക് വന്നു she came alone. ഇനി അവൾ അവളുടെ ഫ്രണ്ടിന്റെ കൂടെ വന്നത് എന്ന് വിചാരിക്കുക, അപ്പൊ എങ്ങനെ പറയും? അവൾ കൂട്ടുകാരിയോടൊപ്പം വന്നു. അവൾ കൂട്ടുകാരിയോടൊപ്പം വന്നു. ഒപ്പം വന്നു. ഇതെങ്ങനെ പറയും? അവൾ ഷീ വന്നു came, കൂട്ടുകാരിയുടെ ഒപ്പമല്ലേ? അപ്പൊ ഒരാളുടെ കൂടെയാണെന്നുണ്ടെങ്കിൽ വിത്ത് യൂസ് ചെയ്യും കേട്ടോ. ഷീ came with her friend. her friend. അവൾ അവളുടെ കൂട്ടുകാരിയോടൊപ്പം വന്നു. അവൾ ഷീ വന്നു came, കൂട്ടുകാരിയുടെ ഒപ്പം with her friend. അപ്പോൾ ഈ സെന്റൻസസ് ഇനി മറക്കില്ലല്ലോ. Thank you so much for watching. Please subscribe, share and like.